കണ്ടല്ലോ അല്ലേ, വലിപ്പം കണ്ടല്ലേ അതൊക്കെ. എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ ഇത്ര ഉള്ളൂ. ഇത് കുറച്ചാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അന്ന് എന്താണ് അരമുക്കാൽ മണിക്കൂറിനിടയിൽ എനിക്ക് തോന്നുന്നു അരമണിക്കൂറിനിടയിൽ ഒരു 3 ബ്രാലെങ്കിലും നമ്മുടെ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇവൻ്റെ സൈസ് ഒന്ന് കാണേണ്ടായിരുന്നു കേട്ടോ. നോമ്പിൽ കൂടി അങ്ങോട്ട് പറന്നങ്ങോട്ട് പോയിട്ടാണ് ചിറക് വിടർത്തി കഴിയുമ്പോഴുള്ള സൈസ്. ഓ, ഇതുപോലുള്ള കുറേ മനോഹര കാഴ്ചകളൊക്കെ കാണാൻ നമ്മളിങ്ങനെ ഫിഷിങ്ങിന് പോകുമ്പോൾ. അപ്പോൾ അടിച്ചളിയോ പിന്നെ എന്റെ പൊന്ന് ചങ്ങാതി, നിങ്ങൾ എന്ത് കളി കളിക്കണത്? എന്ത് സംഭവം? മനുഷ്യന് വീഡിയോ വേണ്ടേ? ഇനി ഞാൻ ചവിട്ടിയ വെള്ളത്തിലിടും, വേണ്ട എങ്ങനെയും പിടിച്ചുകൊണ്ട് വരാൻ പറയും. അതിൽ എത്ര തവണ ഞാൻ ഉറപ്പായിട്ട് ചവിട്ടിട്ടോട്ടെ പിടിച്ചുകൊണ്ട്. എത്രാമത്തെയാണ് ഇതേ കൊമ്പന്മാരിൽ കൊമ്പൻ സുമേഷും ബിജുവും വരുന്നുണ്ട്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. സുമേഷ് ഒന്നല്ല 3 എണ്ണത്തിനെ കളഞ്ഞു, 3 എണ്ണം. ബിജു എന്താ പറയാനുള്ളത്? ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഇനി ഞാൻ ചവിട്ടി ഇടും പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കാരണം വീഡിയോ കിട്ടണ്ടേ നമുക്ക്. പക്ഷെ ഇന്ന് പിടിക്കുമെന്ന് പറഞ്ഞ വാശിക്കാണ്. അതായത് നിങ്ങളവിടെ ഒരു കുതിര ഇങ്ങനെ ഉണ്ടോ? ഒരെണ്ണം ഉണ്ടോ? അതിൻ്റെ കുഞ്ഞാട്ട ഉണ്ടായിരുന്നു, ഒരെണ്ണം കൂടി ഉണ്ടായി. അത് അപ്പുറത്തെ എവിടെയാണ്. എന്തായാലും അതിനെ കാണാൻ നല്ല ഐശ്വര്യമില്ലേ, നല്ല കളറല്ലേ, നെറ്റിയിലെ വൈറ്റ് കളറും കൂടി വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു എടുത്തു കണ്ട. ഇത് ഭംഗിയാണ് നോക്കി, അടിപൊളി. എന്തായാലും ഭരതനാട്യത്തിന് ആ തവള എന്താണോ പറഞ്ഞത്? പറഞ്ഞ ഭരതനാട്യത്തിന് മേക്കപ്പ് ഇട്ടു തവളേനെ കൊണ്ടിരിക്കുന്നത്. പോയ പോക്കണ്ട ചാടിപ്പോണു. ചാടിപ്പോണ്ടല്ലോ, ചെമ്മീനാ. സാറുണ്ടാ എന്താ? അതെ ഇതൊക്കെയുണ്ടാ? ആ മുട്ടമ്പിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല സൈസ് അങ്ങോട്ടല്ലേ കിട്ടിലമ്പിലൊക്കെ ഇറങ്ങി കണ്ടല്ലോ അല്ലേ, വലിപ്പം കണ്ടല്ലേ അതൊക്കെ. എൻ്റെ കൈ വെച്ച് കഴിഞ്ഞാൽ കൈ ഇത്ര ഉള്ളൂ. ചേട്ടാ ഇങ്ങോട്ട് നോക്കി കണ്ട, കൊമ്പഴ പിടിച്ച് കയറിയിട്ടുണ്ട് നമ്മുടെ ഷാൻചേട്ടൻ. ജീവിതത്തിൽ ആദ്യമായിട്ട് ചൂണ്ടെറിഞ്ഞ നിമിഷമാണ് നിങ്ങളിന്ന് കണ്ടത്. കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്, പക്ഷേ എന്തായാലും അന്ന് എറിഞ്ഞതാണ് ഈ കാണുന്നത്. അന്തോച്ചനാണ് നമ്മുടെ ആശാൻ, കണ്ടല്ലോ അല്ലേ, പഠിപ്പിച്ച് തന്നെയാണ്. വെറുതെ എറിഞ്ഞ് അത്രേ ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ട് ഒന്ന് ട്രയലൊക്കെ അടിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഷാഞ്ചി പോയിട്ട് പിന്നെയും വല വീശി നോക്കി. വീണ്ടും കയറി മോനെ ഒരു കിടിലം പിലോപ്പി. മീൻ കുറവായിരുന്നു, പക്ഷേ കിട്ടണതെല്ലാം നല്ല വലിപ്പമുള്ള പിലോപ്പിയായിരുന്നു കേട്ടോ. അതായത് ഇതിലും അത്യാവശ്യം വലിപ്പമുള്ള പിലോപ്പി തന്നെയാണ് കയറിയേക്കണത്. കണ്ട കിട്ടണെല്ലാം ഈ ഒരു സൈസൊക്കെ ആയിരുന്നു ഏകദേശം അന്നത്തെ ദിവസം. ഇതൊക്കെ കാല് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് മുള്ളൊന്ന് കാലിൽ കുഴപ്പമില്ല, അത് അഴുക്കല്ല, ആ മുള്ള് കറക്റ്റായിട്ട് കയറി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ 2-3 ബ്രാല് മിസ്സായെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ അന്തോച്ചൻ ചൂണ്ടെറിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു ബ്രാല് കയറി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആ ഒരു സമയത്ത് അത് അങ്ങോട്ട് ഒരെണ്ണം കയറിയപ്പോൾ നമുക്ക് ആ പോയതിൻ്റെ ആ ഒരു വിഷമം അങ്ങോട്ട് തീർന്നു കിട്ടി. കാരണം ഒന്നും കിട്ടാണ്ട് വീട്ടിലേക്ക് തിരിച്ചെന്ന് വെച്ചെങ്കിൽ അല്ലേ ആ ഒരു വിഷമം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ അന്ന് എന്തായാലും തിരിച്ചു പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റിയത്. ആ ഒരു കാഴ്ച നേരിട്ട് നിങ്ങൾ കണ്ടോ. അടിച്ചോ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പോരുമ്പോഴാണ് ഈ ഒരു ബ്രാലിൽ നമുക്ക് കിട്ടുന്നത്. എന്തായാലും അതോടുകൂടി നമ്മൾ ഹാപ്പിയായി. എന്തായാലും അത്ര നേരം പോയതൊക്കെ പോട്ടേന്ന് വെച്ച്. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണെങ്കിൽ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കാം. ഫിഷിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ, നമ്മുടെ ചാനലിലൂടെ എപ്പോൾ എന്ത് എങ്ങനെയെന്നും പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതാണ് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എല്ലാം പറഞ്ഞുതരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അന്തോച്ചൻ ബ്രാലിനെ പിടിച്ച് പൊക്കിയിരിക്കണമൊക്കെ കണ്ട.